കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്നിരി മാറത്ത് പടരാൻ മോഹം നീ പട്ടുടുത്ത് പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിന്നിരി മാറത്ത് പടരാൻ മോഹം ചുണ്ടിലെ ചേലിൽ ഗോമാമ്പഴത്തുണ്ടു ഞാൻ കണ്ടു കോമള കവിളിലെ ചോപ്പിൽ കാട്ടുതക്കാളി ചന്തവും കണ്ടു നിന്റെ ഈ പുന്നാര വാക്കിൽ മയങ്ങി 100 മുത്തമിട്ടടക്കുവാൻ ദാഹം അയ്യോ മാരനായി നീ വരും നേരമാ കൈകളിൽ പച്ചകുത്തുപോലെ ചേർന്നുറങ്ങണം അയ്യേ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ ചുറ്റി നീ കൊഞ്ചുവാൻ വന്നെങ്കിൽ പൂമാല പോലെ ഞാൻ പുണരും മുല്ലയും പിച്ചിയും ചൂടി നീ നിന്നെങ്കിൽ പൂമണം പോലെ നിന്നെ മൂടും നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ അയ്യോ നിന്നിരി മാറത്ത് പടരാൻ മോഹം അങ്ങനെ ഐക്കോണിക് പെയർ റൗണ്ടിൽ ഇതാ അഭിനവ് ആൻഡ് സർഗ, ലാലേട്ടൻ ആൻഡ് ഉർവശി ചേച്ചി. അടിപൊളിയായിരുന്നു. ഒപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ മറ്റു ഐക്കോണിക് പെയർ സുജാത ചേച്ചി ആൻഡ് എം ജി സർ. അടിപൊളി, സൂപ്പർ ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. നിന്റെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. ഇനി നമുക്ക് ചോദിച്ചു നോക്കാം ചേച്ചി. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു.
ഈ പാട്ടിന് വേണ്ട ആ ഒരു ഡാൻസും പിന്നെ ആക്ഷൻസും പിന്നെ ഈ കവിളിൽ നിന്ന് പറഞ്ഞപ്പോ എന്തിടാ ചെയ്തു നീ? എന്താ നീ ചെയ്തേ? കവളി തൊട്ടു. അതാണ് കവിളിൽ നിന്ന് പറഞ്ഞിട്ട് തൊട്. അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് തൊടറാ. അല്ല കുഴപ്പമില്ല, വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ, അത് വളരെ ക്യൂട്ടായിരുന്നു. Thank you, പിന്നെ ഇടയ്ക്ക് ഈ സ്റ്റെപ്സ് പിന്നെ ആ തുടക്കം തൊട്ട് ഇങ്ങനെ ഒരു ചറിഞ്ഞ് ഇങ്ങനെ നിന്നുമല്ലേ, ഞാൻ വിചാരിച്ചു അങ്ങനെ ഫ്രീസായി പോകുന്നു. എന്നാലും ആ ഒരു സ്റ്റൈല് നന്നായിരുന്നു കേട്ടോ ലാലേട്ടൻ്റെ ഒരു പിന്നെ ഡാൻസ് സ്റ്റെപ്സ് മെൻ്റല് എല്ലാം കൊള്ളാം, അടിപൊളിയായിരുന്നു. സർഗ, എനിക്ക് ഈ പാട്ടിൽ കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് പാടിയെന്ന് തോന്നി. ആറ്റിറ്റ്യൂഡ് കൊള്ളാം, പക്ഷെ കുറച്ചുകൂടി വേണം, ഇനിയും എനർജി വേണം കേട്ടോ. അഭിനവ്, I really liked your attitude. So cool, such a cool cat you are. അത് പാട്ടും ശരി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് ഒരു നല്ല കാഷ്വൽ ഇരുന്നു അതിൽ. പക്ഷെ എന്നാലും പാട്ട് നന്നായി പാടി, കുറച്ചുകൂടി എനർജി വേണം അങ്ങനെ തോന്നി. ശ്രീയേട്ടൻ പാടുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അന്തം വിട്ടാണ് പാടുന്നത് ലാസ്റ്റ് എസ്പെഷ്യലി. അതൊക്കെ പാടിയല്ലേ ആ നോട്ടൊക്കെ, അപ്പൊ കുറച്ചുകൂടി അതൊന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ അതങ്ങനെ ഒന്ന് ത്രോ ചെയ്ത് പാടാമോ അങ്ങനെ? നീ പട്ടുടുത്തു പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി. കൊള്ളാം. എന്നാലും നമ്മൾ ആ ഒരു സസ്റ്റെയിൻ നോട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടി ഒരു ഡൈനാമിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു മൂവ്മെന്റ് കിട്ടും. പക്ഷെ എന്താടാ സർഗന്ന് മാത്രം കാണുന്നുണ്ട്, ഞങ്ങളിവിടെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും ഒരു നോട്ടം ഇവിടെ ഈ സൈഡ് അല്ല, ഒരു പ്രാവശ്യം അങ്ങനെ കസ്തൂരിന അവിടെ ഫ്രീസായി. നാളെ ഓഡിയൻസിന് മുമ്പ് നമ്മൾ പാടാൻ പോകുന്നല്ലേ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മാത്രം കണ്ട ഓഡിയൻസ് പാവല്ലേ, ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലേ? കസ്തൂരി എന്ന് പറഞ്ഞാൽ പല കസ്തൂരികൾ ഉണ്ടാവും അവിടെ, അപ്പൊ അങ്ങനെ കസ്തൂരിനെ പാടണ്ടേ അല്ലേ? പേര് ചോദിച്ചിട്ട് ഓരോ കസ്തൂരിയുടെ അടുത്തും പോണം, അതോടെ ഒരു തീരുമാനമാവും മക്കളെ. അനു ചേച്ചിനെ നോക്കി ഒന്ന് പാടിക്കേ. പല്ലവി അയ്യോ സൈഡ് അനുഫേ സൈഡ് വാങ്ങ്. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. നീ പട്ടുടുത്തു പൊട്ടു തൊട്ടു മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ചിങ്കാരി കളിയാടാൻ വാ. അയ്യോ സോറി, ഞാൻ വാക്കുകൾ കറക്റ്റായിട്ട്. അത് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനത്തെ പാട്ട് എല്ലാരോടും അങ്ങനെ ജോലി ആയിട്ട് പാടുമ്പോൾ തന്നെ അതിന്റെ ഒരു എനർജി ലെവൽ കൂടും. യാ സൂപ്പർ, അടിപൊളി രണ്ടുപേരും. ഹായ് മക്കളുമാരെ, ഹായ് സാർ. സൂപ്പറായിരുന്നു. താങ്ക് യു സാർ. അത് മോൻ നന്നായിരുന്നു കേട്ടോ, നീയാണ് എനിക്ക് ഒരു പണവട മുന്നിൽ നിന്നത്. താങ്ക് യു സാർ. കുറെ ഈ പാട്ട് ഇവരൊക്കെ തബലയൊക്കെ അപ്പുറത്തെ കടയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നവര് നീ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതാ ഞാൻ നോക്കി കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, നീ വീഴുവോ താഴെ. ലാലേട്ടൻ കണ്ടാൽ വരെ ടെൻഷനാവും ചിലപ്പോ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത്. പക്ഷെ മനോഹരമായിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പൊ നന്നായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു സാർ. ചക്കരെ, നീ എവിടെ ഇരിക്കായിരുന്നു ആ ടയറിന്റെ ഇടയിലോ? ആണോ? നല്ലതായിരുന്നു, നൈസ്. സർഗേ, അച്ഛനമ്മയുടെ പ്രിയപുത്രി, മക്കളുടെ ശബ്ദത്തിന് എന്താണ് ഇടയ്ക്കൊരു കൺട്രോൾ ഇല്ലായ്മ വരുന്നത്, ചിലതൊക്കെ അതായി പോകുന്നത്, അതെന്താണ്? വാട്ട്സ് ഹാപ്പനിങ്? മുകളിലല്ല ഞാൻ പറഞ്ഞ ആ മിഡ് റേഞ്ചില് അറിയില്ല. മക്കൾ അറിയണം, നീ പാടുമ്പോൾ നിനക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇപ്പം ശബ്ദത്തിൻ്റെ മുകളിൽ ടെലികാസ്റ്റ് കേൾക്കണം കേട്ടോ. കേൾക്കുമ്പോൾ അത് നമുക്കത് നോട്ട് ചെയ്യാം, ഞങ്ങൾ പറഞ്ഞതിനകത്ത് സത്യം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത വട്ടം വരുമ്പോൾ പറയുക അന്ന് പറഞ്ഞത് ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറയും, ഉണ്ടെങ്കിൽ അത് ഉണ്ടായിരുന്നെന്ന് പറയാം. കാര്യം മോക്കാരും ഒരു കൺട്രോളില്ലാതെ നമ്മൾ ഓവർ പവർ കൊടുക്കുമ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് അങ്ങനെ പറ്റും, അങ്ങനെ സംഭവിക്കാനേ ചാൻസ് ഉള്ളൂ. മോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, രണ്ടിടം അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക്. പക്ഷെ രസമായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്ത് രണ്ടുപേരും നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. കബഡി പിടിച്ചതും ഒക്കെ നന്നായിരുന്നു, ഒക്കെ രസം, അതൊക്കെ രസമല്ലേ. ഒരു നല്ല ഓളം ഉണ്ടായിരുന്നു മോനെ കേട്ടോ. അല്ല നിങ്ങൾ ഈ പാട്ട് സീനെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഡയലോഗ്സ് അറിയോ രണ്ടുപേർക്കും? പിന്നെ എല്ലാം അറിയാം. സിനിമയിലെ
ഒരു സ്ഥലത്തുള്ള ഡയലോഗ് അറിയാം, പക്ഷെ ഒറ്റ രണ്ടുപേരായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ പോരെ? ആ ഞങ്ങൾ പോരെ? ആ എന്നാ പറ. ഓക്കെ. കടക്കാരന് വഴിപോക്കെ എന്നേ പിന്നെ ആരൊക്കെ വേണ്ട? എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മള് കടക്കാരൻ, ഞാൻ വഴിപോക്കെ. we are partners ഓക്കെ. in this shop. ഇവിടെ സോപ്പ് കട്ടു. നമ്മുടെ കടയിൽ നിന്ന് ഒരു സോപ്പ് അവള് കട്ടു. ഞങ്ങൾ ഇംപ്രവൈസ് ചെയ്യും. ഞങ്ങൾക്ക് കാര്യം അവരുടെ ഡയലോഗ് പറഞ്ഞോളൂ. അപ്പൊ നീ വരണേ രക്ഷിക്കാൻ. എവിടെയാണ് ഇവിടെ കിടന്ന സോപ്പ്? എനിക്കെങ്ങനെ അറിയാം? നീ എടുത്തോണ്ട് പോയല്ലേ ഇവിടെ? ഞാൻ കണ്ടതാ, അവിടെ എടുക്കുന്നത് ഞാൻ കണ്ടതാ. സാക്ഷി ഉണ്ട് ഇവിടെ, വഴിപോക്കൻ. അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം പറയരുത്. അനാവശ്യം നിനക്ക് ചെയ്യാം. ചെയ്തിട്ടില്ല. നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു. നീ മര്യാദക്ക് ഒന്നെങ്കിൽ സോപ്പേട് വെച്ചോ അല്ലെങ്കിൽ കാശ് തന്നോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ഓ പോലീസ്, കൊറേ പോലീസുകാരെ ഞാൻ കണ്ടിട്ടുള്ളതാ. ഓഹോ, അപ്പൊ സ്ഥിരം ജയിലിനകത്ത് തന്നെയല്ലേ? അതല്ല, പോലീസ് സ്റ്റേഷനില്ല. നീ പോലീസുകാരിയാണ്. ഓ പോലീസ്, കൊറേ പോലീസുകാരെ ഞാൻ കണ്ടിട്ടുള്ളതാ. പാവപ്പെട്ടവര് ജനങ്ങളെ കൊണ്ടുപോകുന്നവര് പോലീസുകാരാണോ അതോ കൊള്ളക്കാരോ? ഞാനിത് ഈ വഴിപോക്കനെ കൊണ്ട് 100 വിളിപ്പിക്കും. പിന്നെ ഞാൻ വിളിക്കും. 100 വിളിക്കും. 100 വിളിച്ചു കഴിഞ്ഞാലും പോലീസിന്റെ പേര് പറഞ്ഞ് എന്നെ വരട്ടാനൊന്നും നോക്കണ്ട. പോലീസ് വരും, പിടിച്ചോണ്ട് പോകും. മര്യാദക്ക് സോപ്പ് അല്ലെങ്കിൽ കാശ്. എന്താ പ്രശ്നം? ഇതേത് ഐറ്റം? ഇവരെല്ലാം കൂടി പിടിച്ചെന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോണണ്ണോ. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. അവരെ നോക്കി പറയണം. ശരിയല്ല. ശരിയാണോ? ആണോ? അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അല്ല ഞാൻ കേട്ടോ. ഇല്ല ഇല്ല, സത്യമില്ല. ആരാ കണ്ടത്? ഞാൻ കണ്ടു. ഞാനാ ദൃക്സാക്ഷി. ദൃക്സാക്ഷി ഉണ്ട് ഇവിടെ. ദൃക്സാക്ഷി കള്ളനാണ്. ഞാൻ കണ്ട സോപ്പ് പഠിച്ചതടാ. എന്താണ് ഈ പാറവൻ ചോദിച്ചത്? താനെന്തോ കണ്ടു. എത്ര വേണം സോപ്പാണ്? ക്യാരക്ടറാണ് ഇപ്പൊ താൻ എന്തുവാ കണ്ടേ? സോപ്പ് പൊട്ടിക്കുന്ന കണ്ണുന്ന്. അങ്ങനെ ഊഹം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ്. കണ്ടു. സോപ്പ് കാണാനില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. ഞാനും വരും കൂടെ. മോഹൻലാൽ പോട്ടെ. അവനൊരു സോപ്പ് കൊണ്ട് തരാമെന്ന്. ഒരു സോപ്പിന്റെ പ്രശ്നമില്ല, ഞാൻ തന്നേക്കാണ്. ഡയലോഗ് ആണ് പേടിച്ചിട്ടേ. താൻ എന്താ കണ്ടെന്ന് ഞാൻ ചോദിച്ചോട്ടെ. വെരി നൈസ്. രണ്ടുപേരും നല്ല സ്പോർട്ടാണ് കേട്ടോ. ഒരു നല്ല കൈയടിക്കണേ നമ്മള്. സൂപ്പർ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക മക്കളെ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. നല്ല വൈബായിരുന്നു. ഞാൻ ആക്ച്വലി അഭിനവനെ നോക്കുമ്പോഴും പണ്ട് വന്ന അഭിനവൊന്നും അല്ല ഇപ്പം. അവിടെ വന്ന് ഇതങ്ങ് ആളങ്ങ് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവിടെ വരുമ്പോ ഭയങ്കര പേടിച്ച് വിറച്ച് ഒക്കെ. അതെ 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 അതെ. ഇപ്പം ആള് സൂപ്പർ സ്റ്റാറിന്റെ ഗ്രൂവിലേക്ക് വന്ന് വീണിട്ടുണ്ട്. അതിന്റെ നമ്മളെയൊക്കെ കൊണ്ട് താൻ എന്തുവാണ് കൊണ്ടെന്നൊക്കെ ചോദിക്കുക. സർഗ മോളും നന്നായിട്ട് പാടി കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കൺട്രോൾ ഇല്ലായ്മ മാത്രം ഫീൽ ചെയ്തു ചിലയിടങ്ങളിൽ. പിന്നെ ഓഫ് കോഴ്സ് ഈ സോങ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉള്ളൊരു സോങ് ആണ്. അത് നിങ്ങൾ രണ്ടുപേരും അടിച്ച് പൊളിച്ച് ചേരുന്നുണ്ട്. ഒന്ന്, ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. ഈ ഇപ്പോൾ ഡാൻസ് തെറ്റിപ്പോകുന്നോ അല്ലെങ്കിൽ ഒന്ന് മറ്റേ ആൾ നോക്കി ചെയ്തൊന്നും ഇല്ലായിരുന്നു. ആ ലാസ്റ്റ് സൈക്കിളിൻ്റെ അവിടെ വന്നിട്ടുള്ള ആ ലാസ്റ്റ് പോസ് വരെ അടിപൊളിയായിരുന്നു. എത്ര ദിവസം എടുത്തു ഡാൻസ് പഠിക്കാൻ? 2-3 ദിവസം. ആ, എന്തായാലും നന്നായിട്ട് കളിച്ചോട്ടോ. നല്ല രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതെ, നന്നായിട്ട് കൊട്ടി. അതെ, മുട്ടിയില്ലെങ്കിലും നീ കൊട്ടി, നിന്റെ കൊട്ടി നിക്കൊള്ളാം. അതുപോലെ സർഗയുടെ ഡാൻസ് രണ്ടുപേരും നന്നായിരുന്നു. നല്ല രസമുള്ള ഒരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം അബിയുടെ മാർക്സ്. ഓക്കെ, ശരത് സാർ. അബി എന്തോ സാർ? മക്കളെ 9 മാർക്സ്. താങ്ക് യു സാർ. സൂപ്പർ, താങ്ക് യു ശരത് സാർ. ഷാനിക്ക? ഞാനൊരു 9.1. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 18.1. അടിപൊളി. താങ്ക് യു ചേച്ചി. കുത്തിയിരുന്ന് എഴുതുക. ഓക്കെ, ഇനി സർഗയുടെ അച്ഛന്റെ അമ്മയുടെ പ്രിയപുത്രിക്ക്. ഓക്കെ, ശരത് സാർ. മക്കളെ സർഗേ, എന്തോ മക്കൾക്ക് 8.5 മാർക്ക്.
താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക സർഗ എന്തോ ഒരു 8.7. താങ്ക് യു സാർ. സോ ടോട്ടൽ 17.2. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലാലേട്ടൻ ഉർവശി ചേച്ചി സൈക്കിളൊക്കെ എടുത്തോണ്ട് പോ.